ഹലോ, നമുക്ക് പോസ്റ്റർ ട്രാക്കർ ന്യൂ വേർഷൻ ലോഗിൻ ചെയ്യണം എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളിത് അംഗനവാടി വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങളവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി നമ്മളവിടെ അടിച്ചു കൊടുക്കാനായിട്ട് നമുക്കവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാനായിട്ട് പറയും. അപ്പോൾ നമ്മളവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കും. മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നമ്മളവിടെ താഴെ കാണുന്ന പാസ്വേഡാണ് നമ്മളത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ലോഗിൻ ഐ ഡിയും എം പിന്നും നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പിൻ വാലിഡ് എന്ന് കാണിച്ചു, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് റീസെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഫോർഗോട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ മൊബൈൽ നമ്പർ നമ്മുടെ ക്യാഷ് ഫോൺ നമ്പർ തന്നെ അടിക്കണം കേട്ടോ. ക്യാഷ് ഫോൺ നമ്പർ അടിക്കുക, ഫോർഗോട്ട് കൊടുത്തിട്ട് ക്യാഷ് ഫോൺ നമ്പർ അടിക്കുക. എന്നിട്ട് ഗെറ്റ് OTP. അപ്പോൾ OTP വരാനായിട്ട് നമ്മളവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ക്യാഷ് ഫോൺ നമ്പറിലേക്ക് OTP പോയിട്ടോ, നിങ്ങളുടെ ടീച്ചർമാരുടെ നിങ്ങളുടെ ക്യാഷ് ഫോൺ നമ്പറിലേക്ക് OTP പോയിട്ടോ. അപ്പോൾ സിമ്മ് വേറെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഫോണിലിട്ട് അതിലേക്ക് OTP വരണം നിങ്ങൾ നോക്കണം, മനസ്സിലായ. ഈ നമ്പറിലേക്ക് പോകുക. അതുകൊണ്ട് സിമ്മ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പറിലേക്ക് ആ സിമ്മ് ഇട്ട് ആക്റ്റീവാക്കി വെക്കണം വേറെ ഫോണിൽ. എന്നിട്ട് OTP വരുമ്പോൾ ഈ 4 ഇതിൽ ആ OTP അടിച്ചു കൊടുക്കണം, മനസ്സിലായ. ആ 4 കോളത്തിനകത്ത് OTP അടിക്കുക. എന്നിട്ട് വെരിഫൈ കൊടുക്കാം, മനസ്സിലായ. വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ എം പിൻ സെറ്റ് ചെയ്യണം. പഴയതല്ല, നിങ്ങൾ പുതിയത് പറഞ്ഞാൽ സെറ്റ് ചെയ്യുക. 4 നമ്പറുകൾ, ഏതെങ്കിലും 4 നമ്പറുകൾ നിങ്ങൾ പുതിയത് സെറ്റ് ചെയ്യുക. പലരും പല രീതിക്ക് ചെയ്യുന്നുണ്ടാവാം. അവിടെ 2 തവണ അടിക്കണം, മുകളിലടിക്കണം, താഴെ കൺഫേം ഒക്കെ ആ 4 നമ്പറിന് അടിക്കുക. പുതിയത് കേട്ടോ, വേറെ 4 നമ്പർ. അതടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്മിറ്റ് എന്ന് കാണാം. കൺഫേം കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റീസെറ്റ് ആവും, മനസ്സിലായ, പുതിയ സംഭവം. അതിന് ശേഷം നിങ്ങൾ ലോഗിനിൽ പോയിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. ക്യാഷ് ഫോൺ നമ്പർ കേട്ടോ, ക്യാഷ് ഫോൺ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വന്തം നമ്പറല്ല, ക്യാഷ് ഫോൺ മൊബൈൽ നമ്പർ അടിക്കുക. അതിനുശേഷം അവിടെ താഴെ ഇപ്പോൾ നിങ്ങൾ റീസെറ്റ് ചെയ്തില്ലേ, പുതിയതായിട്ട് കൊടുത്ത റീസെറ്റ് ചെയ്ത ആ പാസ്വേഡ് അടിക്കുക. ആ റീസെറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ OTP അടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറേ ബുദ്ധിമുട്ടുകൾ വരാം കേട്ടോ, ഒരുപാട് ഡിലേ എടുക്കണ കാണാം. അപ്പോൾ അതാരും പേടിക്കേണ്ട. OTP അടിക്കുമ്പോൾ ഡിലേ വരുന്നത് ഇപ്പോഴത്തെ സെർവറിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ടാണ്. അത് 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. താങ്ക് യു.